5 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലത്തിന് പൊതുവായ ഒരു ഘടകമാണുള്ളത്. തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്ന കോൺഗ്രസ് പാർട്ടി. ഗാന്ധി എന്ന പേരിന് കോൺഗ്രസ് കൽപ്പിച്ചു കൊടുക്കുന്ന പ്രാധാന്യം ജനങ്ങൾക്കിടയില്ലെന്ന് തെളിയിച്ച ഉത്തർപ്രദേശ്. ബിജെപിയെ ഒറ്റയ്ക്ക് തോൽപ്പിക്കാനാകില്ലെന്ന് വീണ്ടും കാണിച്ചു കൊടുത്ത ഉത്തരാഖണ്ഡും ഗോവയും. ഇതിനൊക്കെ അപ്പുറമുള്ള ഒരു തിരിച്ചറിവും പാഠവുമാണ് പഞ്ചാബ് നൽകിയത്. പ്രാദേശിക ശക്തിക്ക് സമാനമായ ആം ആദ്മിയെ പോലും പരാജയപ്പെടുത്താനുള്ള കെൽപ്പ് കോൺഗ്രസിന് നഷ്ടമായിരിക്കുന്നു. We all love you, Punjab. ബിജെപിയെ നേരിടാൻ കോൺഗ്രസിന് ഒറ്റയ്ക്ക് സാധിക്കില്ലെന്ന് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പുകളെല്ലാം വ്യക്തമാക്കി കാട്ടിത്തന്നതാണ്. എന്നിട്ടും ദേശീയ പാർട്ടിയാണെന്ന വല്യേട്ടൻ മനോഭാവത്തോടെ നീങ്ങിയ കോൺഗ്രസിന് വീണ്ടും അടിപതറിയിരിക്കുകയാണ്. എല്ലാ കാലവും പാർട്ടിക്ക് ശക്തമായ അടിത്തറയുണ്ടായിരുന്ന പഞ്ചാബിൽ നിന്നാണ് കോൺഗ്രസ് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത്. സിഖ് വംശജർക്ക് ഭൂരിപക്ഷമുള്ള പഞ്ചാബിൽ സുവധക്ഷേത്രമടക്കം ആക്രമിച്ച ശേഷവും കോൺഗ്രസ് അധികാരത്തിൽ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ കർഷക സമരം ഉൾപ്പെടെയുള്ളവയിലൂടെ ബിജെപി വിരുദ്ധ വികാരവും കോൺഗ്രസ് അനുകൂല സാഹചര്യവും നിലനിന്നിരുന്നിടത്താണ് കോൺഗ്രസ് 20-ൽ താഴെ സീറ്റിലേക്ക് എത്തിയത്. അതും ഡൽഹി ആസ്ഥാനമായുള്ള ആം ആദ്മി പാർട്ടിയോട് മത്സരിച്ച്. ഒരു കാലത്ത് സോണിയാഗാന്ധിയുടെ വിശ്വസ്തനായിരുന്ന ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ആയിരുന്നു കർഷക പ്രക്ഷോഭത്തിന് പഞ്ചാബിൽ ചുക്കാൻ പിടിച്ചത്. ഈ സമരത്തിലൂടെ കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യവും സംസ്ഥാനത്ത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. പാർട്ടിയുടെ നിയന്ത്രണത്തിൽ നിന്ന് അമരീന്ദർ പോകുന്നുവെന്ന് ഹൈക്കമാൻഡിന് തോന്നിത്തുടങ്ങിയിടത്തു നിന്നാണ് പഞ്ചാബിലെ കോൺഗ്രസിന്റെ പതനം ആരംഭിച്ചത്. ജനക്കൂട്ടങ്ങളെ കൊണ്ടുവരാനാകാത്ത നവജോത് സിംഗ് സിദ്ധുവിന്റെ വാക്കുകൾക്ക് മുൻഗണന നൽകുകയായിരുന്നു കോൺഗ്രസ്. പണ്ടുമുതൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് പയറ്റിവന്ന നീക്കമാണ് പഞ്ചാബിൽ നടന്നത്. സിദ്ധുവിനെ ശിഖണ്ണിയാക്കി അമരീന്ദർ എന്ന ഭീഷ്മരെ താഴെയിടുകയായിരുന്നു ലക്ഷ്യം. അമരീന്ദറിനെ താഴെയിറക്കി. എന്നാൽ സിദ്ധുവിനെ മുന്നിലേക്ക് എത്തിച്ചുമില്ല. പകരം ചരൺജീത് സിംഗ് ചന്നി എന്ന പിന്നാക്ക വിഭാഗത്തിലുള്ള നേതാവിനെ മുഖ്യമന്ത്രിയാക്കി. ഈ നീക്കം നടത്തിയത് പക്ഷേ കതിരിൽ കൊണ്ടുവന്ന വളം വെക്കുന്നത് പോലെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയായിരുന്നു. അതിനാൽ അത് പൊളിഞ്ഞുവെന്ന് മാത്രമല്ല, ചന്നി എന്ന നേതാവിന്റെ പ്രാധാന്യവും പഞ്ചാബ് രാഷ്ട്രീയത്തിൽ ഇല്ലാതായി. 2ഇടത്ത് മത്സരിച്ച ചന്നി ഒരിടത്ത് പോലും വിജയിച്ചില്ല. നവജോത് സിംഗ് സിദ്ധുവും കരുതൊട്ടില്ല.
കോൺഗ്രസിന്റെ പ്രവർത്തന ശൈലിയോടും രാഷ്ട്രീയ തന്ത്രങ്ങളോടുമുള്ള ജനങ്ങളുടെ വിയോജിപ്പാണ് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നത്. പഞ്ചാബിൽ വോട്ട് ശതമാനത്തിലും സീറ്റ് നിലയിലും രണ്ടാമതാണെങ്കിലും ജനഹൃദയത്തിൽ കോൺഗ്രസ് അതിലും ഏറെ പിന്നിലാണെന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ ഇത്രയേറെ അനുകൂല തരംഗം നിലനിൽക്കുമ്പോഴും BJP പ്രധാന എതിരാളിയല്ലാത്ത സാഹചര്യത്തിലും ഇത്ര വലിയ തിരിച്ചടി കോൺഗ്രസ് നേരിടില്ലായിരുന്നു. തമ്മിലടി എന്നും കോൺഗ്രസിലുള്ളതാണ്. അതും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തർക്കം പരിഹരിക്കാൻ ഹൈക്കമാൻഡ് പക്ഷം പിടിക്കാതെ ജയസാധ്യത മുൻനിർത്തി കരുക്കൾ നീക്കിയിരുന്നെങ്കിൽ ഫലം മറ്റൊന്നായേനെ. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കും പോലെ തങ്ങളുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന നേതാവിനെ കണ്ടെത്തുകയാണ് ഹൈക്കമാൻഡ് ഇപ്പോഴും ചെയ്യുന്നത്. അല്ലാതെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ള നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരികയല്ല. ജനകീയ നേതാവിനെ ഉയർത്തിക്കൊണ്ടുവന്നാൽ ഭരണം പിടിക്കാം, പാർട്ടിക്ക് വളരാനും സാധിക്കും. ഹൈക്കമാൻഡിൽ ആരിരുന്നാലും ആ വളർച്ചയെ അവർ ഭയക്കും. പണ്ട് രാജാക്കന്മാർ പടത്തലവന്മാരെ ഭയക്കുന്നത് പോലത്തെ അവസ്ഥയാണിത്. ഹിമാചൽ പ്രദേശിൽ വീർഭദ്ര സിംഗ് അധികാരം പിടിച്ചതുപോലെ മധ്യപ്രദേശിൽ അല്പകാലത്തേക്കാണെങ്കിലും കമൽനാഥ് മുഖ്യമന്ത്രിയായതുപോലെ കർണാടകയിൽ 2012 അധികാരത്തിൽ വരാൻ SM കൃഷ്ണയെ വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചതുപോലെ ഒരു സംസ്ഥാനത്തിനെ വിശ്വസ്തനും കരുത്തനുമായ ഒരു നേതാവിനെ ഏൽപ്പിക്കാൻ കോൺഗ്രസിനാകണം. അങ്ങനെയൊരു നേതാവിനെ പാർട്ടി തന്നെ വളർത്തിക്കൊണ്ടുവരണം. മത്സര രാഷ്ട്രീയത്തിലൂടെ ജയിച്ചെത്തിയ നേതാക്കൾക്ക് മുൻഗണന നൽകണം. കുറുക്കുവഴികളിലൂടെ വിശ്വസ്തരാകുന്ന നേതാക്കളെ സംതൃപ്തരാക്കുകയല്ല വേണ്ടത്. മതേതരത്വ മുഖമാണ് കോൺഗ്രസ് എന്ന് പറയുമ്പോഴും പിന്തുടരുന്നത് മൃദു ഹിന്ദുത്വമാണ്. ഹിന്ദുത്വത്തെ മാത്രം അടിസ്ഥാനമാക്കി ഒരു പാർട്ടി നിലനിൽക്കുമ്പോൾ മൃദു ഹിന്ദുത്വവുമായി നിൽക്കുന്ന പാർട്ടിക്ക് എത്ര പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിക്കും? ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുന്നവർ ഹിന്ദുത്വവാദം ഉന്നയിക്കുന്ന പാർട്ടിക്കൊപ്പം നിൽക്കുമോ, അതോ മൃദു ഹിന്ദുത്വവുമായി നീങ്ങുന്ന പാർട്ടിക്കൊപ്പം പോകുമോ? തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള ക്ഷേത്ര സന്ദർശനങ്ങളും മസ്ജിദ് ഗുരുദ്വാര നമസ്കാരങ്ങളുമെല്ലാം അതേ രീതിയിൽ തന്നെ ജനം നോക്കിക്കാണൂ. മാറുന്ന ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചും ഉത്തരേന്ത്യ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് മനസ്സിലാക്കുന്ന നേതാക്കളും ഇതിനായി കോൺഗ്രസിന്റെ നേതൃനിരയിൽ വേണം. BJPയുടെയും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയം മനസ്സിലാക്കി അതിന് അനുസൃതമായി തന്ത്രങ്ങൾ മെനയാനും അവ നേരിടാൻ പാർട്ടിയെ തയ്യാറെടുപ്പിക്കാനും കഴിയുന്ന നേതാക്കളുടെ അഭാവമാണ് കോൺഗ്രസ് നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി. പ്രണബ് മുഖർജിയെ പോലെ, അല്ലെങ്കിൽ അഹമ്മദ് പട്ടേലിനെ പോലെ, അതുമല്ലെങ്കിൽ ശരത് പവാറിനെ പോലെ ജനഹൃദയങ്ങളുടെ സ്പന്ദനം മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറാനാകുന്ന നേതാക്കൾ വേണം. ഗാന്ധി എന്ന ബ്രാൻഡ് നെയിം ജനങ്ങൾക്കിടയിൽ അലകൾ ഉണ്ടാക്കുന്നില്ലെന്ന് 2019 മുന്നേ മനസ്സിലാക്കി തന്നിരുന്നു. മോദിയുടെ ഇമേജ് സൃഷ്ടിച്ചതുപോലെ രാഹുലിനെയും പ്രിയങ്കയും ഉയർത്തിക്കൊണ്ടുവരിക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്. ഇതിന് മാധ്യമങ്ങളുടെ പിന്തുണ ആവശ്യമാണ്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ മാധ്യമങ്ങളുടേത്. ഇത് നേടിയെടുക്കാതെ രാഹുൽ ഗാന്ധിയുടെ ഇമേജ് വളർത്തിയെടുക്കുക വെറുമൊരു സ്വപ്നം മാത്രമാകും. തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, RJD തുടങ്ങിയ പ്രാദേശിക പാർട്ടികളുടെ ശക്തി മനസ്സിലാക്കി അത് അംഗീകരിക്കാനുള്ള വിശാല മനസ്സും കോൺഗ്രസിനുണ്ടാകണം. ഒറ്റയ്ക്ക് ജയിക്കാൻ സാധിക്കില്ലെന്ന ബോധ്യമുള്ള സംസ്ഥാനങ്ങളിൽ സഖ്യം രൂപീകരിച്ച് മത്സരിക്കാൻ തയ്യാറാകണം. അത്തരം വിട്ടുവീഴ്ചകൾ ഫലം കാണുന്നുണ്ട് എന്നതിന് തെളിവാണ് തമിഴ്നാട്. എന്നാൽ ബീഹാറിൽ RJDയുടെ മുന്നേറ്റത്തിന് വിഘാതമായതുപോലെ ഒപ്പം നിൽക്കുന്ന പാർട്ടിയെ കീഴ്പോട്ട് വലിക്കാൻ ഇടയാക്കരുത്. പ്രാദേശിക നേതാക്കളുടെയും
പ്രവർത്തകരുടെയും വിശ്വാസം നേടിയെടുക്കാൻ നേതൃത്വത്തിന് സാധിക്കണം. ഈ അവസരത്തിലാണ് നേതൃമാറ്റം എന്ന ആവശ്യത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. അസംബ്ലി തെരഞ്ഞെടുപ്പിലെ തോൽവിയോടെ നേതൃമാറ്റം എന്ന ആവശ്യം തിരുത്തൽവാദി നേതാക്കൾ കൂടുതൽ ശക്തമാക്കുമെന്ന് ഉറപ്പാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ജൂലൈയിലായിരുന്നു രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത്. പുതിയ അധ്യക്ഷനെ ഉടൻ തെരഞ്ഞെടുക്കുമെന്നായിരുന്നു അന്ന് രാഹുലിന്റെ പ്രതികരണം. എന്നാൽ 2 വർഷം പിന്നിട്ടിട്ടും സ്ഥിരാധ്യക്ഷനെ കണ്ടെത്താൻ കോൺഗ്രസിനായിട്ടില്ല. പുതിയ അധ്യക്ഷനെ ഗാന്ധി കുടുംബത്തിന് പുറത്തുനിന്ന് കണ്ടെത്തണമെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിക്കുമ്പോഴും കോൺഗ്രസിന്റെ അധികാര ബിന്ദു ഇപ്പോഴും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഗാന്ധി കുടുംബത്തിൽ തന്നെയാണ്. സോണിയാഗാന്ധി ഇടക്കാല അധ്യക്ഷയായി തുടരുമ്പോഴും നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. നേതൃത്വത്തിന്റെ ഈ സമീപനത്തിനെതിരെയാണ് തിരുത്തൽവാദി നേതാക്കൾ നിരന്തരം കലഹിച്ചുകൊണ്ടിരുന്നത്. 5 സംസ്ഥാനങ്ങളിലെ ദയനീയ തോൽവിയുടെ പശ്ചാത്തലത്തിൽ നേതൃമാറ്റമെന്ന G23 നേതാക്കളുടെ ആവശ്യത്തിന് മൂർച്ച കൂടും. ഏക ആശ്വാസം ഉത്തർപ്രദേശ് ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിൽ പാർട്ടിയുടെ അടിത്തറ പൂർണ്ണമായും ഇളകിയിട്ടില്ല എന്നതാണ്. നേതൃത്വത്തിലും നയങ്ങളിലും പ്രവർത്തനങ്ങളിലും മാറ്റം വരുത്തി കോൺഗ്രസിനെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരിക എന്നത് സാധ്യമാണ്. ആ തിരിച്ചറിവ് ഇപ്പോഴത്തെ നേതാക്കൾക്ക് ഉണ്ടാകണമെന്ന് മാത്രം. കാരണം കോൺഗ്രസ് എന്ന പാർട്ടി പ്രതിപക്ഷത്തിന് അനിവാര്യമാണ്. എത്രയൊക്കെ പതനമുണ്ടായാലും കോൺഗ്രസ് ഇല്ലാതെ നിലവിലെ സാഹചര്യത്തിൽ ഒരു ദേശീയ പ്രതിപക്ഷ ഐക്യം സാധ്യമല്ല. ആ പ്രാധാന്യം മുതലെടുക്കാനുള്ളതല്ല എന്നു മാത്രം.